ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഗിനിക്കോഴിനെ നമ്മൾ കശാപ്പ് ചെയ്യുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ വേലമ്മക്ക് വീഡിയോ എടുത്താൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗിനിക്കോഴിനെ ഇക്കാക്ക റെഡിയാക്കിയിട്ടുണ്ട്. വേലമ്മയും മണിയും കൂടിയാണ്, നമ്മുടെ വേലമ്മയുടെ ഹസ്ബൻഡാണ് മണി, രണ്ടാളും കൂടിയാണ് അതിനെ ക്ലീൻ ചെയ്യുന്നത്. രണ്ടാളുണ്ടായിരുന്നു, നമ്മളൊരാണും ഒരു പെണ്ണുമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അറുത്തൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് അത് രണ്ടും ആണായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുട്ടണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എനിക്ക് രാത്രി എന്നല്ല പകലൊന്നുമില്ല, എപ്പോഴും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരുന്നു കേട്ടോ. നമുക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല, ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ അപ്പം ഒച്ചെടുക്കും. നമുക്ക് ആ ഒച്ചൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് നമ്മൾ അറുത്തത് കേട്ടോ. നമ്മളുടെ വാങ്ങിയിട്ട് 1 വർഷം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 വർഷം ആയിട്ടുണ്ടായില്ല, 1 വയസ്സായിട്ടുണ്ടായില്ല. അതിന് മുമ്പാണ് നമ്മളിപ്പോൾ അറുത്തത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അതിനെ കറിയൊക്കെ വെച്ച്, അപ്പോൾ ഇവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെ അവരിങ്ങനെ ക്ലീൻ ചെയ്യണം. എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം ഇവരുള്ളപ്പോഴാണ് നമ്മൾ വീട്ടിലുള്ള കോഴികളൊക്കെ കശാപ്പ് ചെയ്യുന്നത്. മണിക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. മൂപ്പര് തന്നെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് തരും. നമുക്ക് ആ തൊലിയൊക്കെ കളഞ്ഞ് കഴിയും, പിന്നെ നമുക്ക് കഷ്ണാക്കി ചെയ്യാനായിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ തൊലിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമാണ്. അപ്പം ഞാൻ അറക്കുന്നതിൻ്റെയും ബ്ലഡുള്ള വീഡിയോസൊന്നും എടുക്കാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലേഷൻസ് വരും. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ നമുക്ക് അതൊന്നും അത്ര നല്ലതല്ലല്ലോ കാണിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ അതെ അവർ സ്കിന്നൊക്കെ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് കേട്ടത്. നമ്മുടെ സാധാ കോഴിനേക്കാളും നാടൻ കോഴി, മറ്റേ നമ്മൾ ബ്രോയിലർ നമ്മൾ വാങ്ങിക്കുന്ന കോഴിനേക്കാളും ടേസ്റ്റാണല്ലോ നാടൻ കോഴി. നല്ല ഇറച്ചിയും ഇതൊക്കെ നല്ലതാണല്ലോ. പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ ഭയങ്കര ചൂടായിരുന്നു. ബോഡി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വേർക്കും, അതുപോലെ ചൂട്, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പൊറോട്ട വാങ്ങിച്ച്, പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയില്ല, കറിയൊക്കെ വെച്ചാൽ. ഇതിപ്പം 7 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യണമെന്നൊക്കെ, ഇങ്ങനെ ചെയ്യാന്നൊക്കെ പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പുറത്ത് മുറ്റത്ത് കസേരയൊക്കെ ഇട്ടിരുന്നു, അവരെല്ലാവരും കൂടി സംസാരിച്ചിരുന്നു. അപ്പോഴത്തേനും ഭക്ഷണമൊക്കെ റെഡിയായി. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുക, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് നാണമൊക്കെ വരുന്നുണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ, അവരെങ്ങനെ എടുക്കുമ്പോഴൊക്കെ. അങ്ങനെ അവർ മക്കൾ ഭക്ഷണമൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടിയിൽ പ്ലേറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി വെന്തോന്ന് നോക്കാം. ഞാൻ കുക്കറിൽ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഇപ്പോൾ ഇത് കുക്കറിയായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കറി വെക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ജസ്റ്റ് നന്നാക്കുന്ന, നമ്മൾ ആ ഒരു ഫ്രീ ടൈം എൻജോയ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ചായി, ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എന്താ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, മസാലയൊക്കെ പൊടിയൊക്കെ വറുത്ത് അരച്ച കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ചിക്കനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടാണ്, തണുപ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കനാണ് ഇത്. ഇറച്ചിയാണ് നമ്മുടെ ഗിനിക്കോയുടെ ഇറച്ചി. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ച്, അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട്, അവർ നന്നായി കഴിച്ച്, നല്ല ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കഴിച്ച്, പിള്ളേരും കഴിച്ച്. പിള്ളേർക്ക് പിന്നെ കറിനോട് വലിയ താല്പര്യമില്ല, അവർക്ക് ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു രസമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മണിനോട് മോൻ പറയുന്നത് വീഡിയോ എടുക്കാനാണ്, നന്നായി കടിച്ച് വലിക്കുന്ന വീഡിയോ എടുക്കട്ടെ, കടിച്ച് വലിക്കുന്നൊക്കെ പറയണം. അപ്പോൾ അവർക്ക് നാണമുണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിൽ വെച്ചിട്ടും കാണിക്കും. ഇപ്പം തന്നെ കാണിക്കും കേട്ടോ. അങ്ങനെ കാണിച്ചിട്ട് ചോദിക്കും മതിയാ പോതുമാന്ന് ചോദിക്കും. തമിഴാണല്ലോ. അപ്പം ഇവിടെ എടുത്തതേ കണ്ട, കടിച്ചു വലിച്ചിട്ട് മതിയാ ചോദിക്കും, മതി നിർത്തിക്കുക എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാനും. ബൈ ബൈ, താങ്ക് യു.